കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികളിൽ ഇതാ ദേവരഥ സംഗമത്തിനായി കാത്തിരിക്കുന്നു. ഈശ്വര ചൈതന്യമാവാഹിച്ച ആ ദേവരഥങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കനത്ത മഴയിൽ പോലും വിശ്വാസികൾ രഥങ്ങളെ വലിച്ചു മുന്നോട്ട് പോകുന്ന കാഴ്ച ഇനി ദേവരഥ സംഗമത്തിന്റെ നിമിഷങ്ങളാണ്. ഏറ്റവും അപൂർവമായ കാഴ്ചയുടെ മനോഹാരിതയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അഭിലാഷ് മോഹനൊപ്പം തന്നെ അക്ഷയ് നമുക്കൊപ്പം കൽപ്പാത്തിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്നലെ ചർച്ചയൊക്കെ മഴ കൊണ്ടുപോയെങ്കിലും കൽപ്പാത്തിയുടെ സൗന്ദര്യം കാണുക എന്നതാണ് അതിനൊക്കെയുള്ളൊരു ആ നഷ്ടബോധം കുറയ്ക്കുന്നത്. എങ്ങനെയാണ് കൽപ്പാത്തി ഒരുങ്ങിയിരിക്കുന്നത്? ദേവരഥങ്ങൾ എപ്പോൾ എഴുന്നള്ളും? അത്യാവേശപൂർവം കൽപ്പാത്തി ഈ ദേവരഥ സംഗമത്തിന് കാത്തു നിൽക്കുകയാണ്. എന്നോടൊപ്പം അക്ഷയുണ്ട്, ഗോകുലുണ്ട്. ഒരു വലിയ ജനസഞ്ചയം തന്നെയുണ്ട്. വലിയ വലിയ ആവേശം, ആഹ്ലാദം ഇവിടെ അലതല്ലുകയാണ്. അക്ഷയ, നമ്മൾ രാവിലെ കണ്ട വൈബല്ല ഇപ്പൊ അല്ലേ? വൈബ് എന്നൊക്കെ പറഞ്ഞാൽ പൊളി വൈബിലേക്ക് കൽപ്പാത്തി മാറുകയാണ്. ദിവിഷയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരം കനത്ത മഴയായിരുന്നു. ആ മഴയെയും അവഗണിച്ച് രഥം വലിച്ചുകൊണ്ട് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കൽപ്പാത്തിയിലുള്ളത്. ഇതിപ്പോ നമുക്ക് എവിടെ നോക്കിയാൽ ആളുകൾ മാത്രം. അതെ അതെ, ആളെ തട്ടി നടക്കാൻ വയ്യ, അത്ര വലിയ ജനസഞ്ചയമാണ്. എന്ന് എന്താ തേര് കാണാനൊക്കെ എത്തിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? എന്താ അടിപൊളി അടിപൊളി. കാണാനും നല്ല ജനക്കൂട്ടം, എല്ലാ തിരക്കാണ്. എല്ലാരും പാലക്കാട്ടുകാരാ? ഈ തേര് കാണാൻ മലപ്പുറത്തിനോട് ചാരി കിടക്കാം. വേറെ ഏത് ജില്ലക്കാരുണ്ട്? ആദ്യമായിട്ടാണോ തേര് കാണാൻ? ആദ്യമായിട്ടാണ് തേര് പ്രോഗ്രാം കാണാൻ പറ്റും. കന്നിത്തേരാണ്. കന്നിത്തേരാണ്. കണ്ടിട്ട് ഇത്രയും കണ്ടിട്ട് ഇത്രയുമായിട്ട് നല്ല അടിപൊളിയാണ്, ഗംഭീരാണ്. അടുത്ത വർഷം വരുമോ? അടുത്ത വർഷം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് അത്ര എത്തുന്നില്ല, എന്നിട്ട് പോലും സൂപ്പറാണ്. പാലക്കാട്ടുകാർക്ക് കൽപ്പാത്തിക്കാരില്ലേ? പാലക്കാട്ടുകാര് സൂപ്പറാണ്. പൊളിയാണ്, രണ്ടും പൊളിയാണ്. പൂരവും പൊളിയാണ്, രഥോത്സവം പൊളിയാണ്. അടിപൊളിയാണ്. ഇപ്പൊ അത്രയും ദൂരം ഇത് വലിയ 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 ആൾക്കൂട്ടം എന്ന് പറയാം. ദിവിഷ, ഇവിടെ ദേവരഥ സംഗമം ത്രിസന്ധ്യക്കാണ് നടക്കുക. 6 മണിയോടുകൂടിയാണ് രഥങ്ങൾ അല്പസമയത്തിന് അപ്പുറം. അതെ, ആ രഥം ഉരുണ്ട് രഥങ്ങൾ നേർക്കുനേർ സംഗമിക്കുന്ന കാഴ്ച. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് അറിയപ്പെടുക. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. കാശിയിൽ നിന്ന് കൊണ്ടുവന്ന സാളഗ്രാമം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. 1424 ഉണ്ടായിട്ടുള്ള ക്ഷേത്രമാണ്. മഹത്തായ പാരമ്പര്യമുള്ള കൽപ്പാത്തി രഥോത്സവത്തിന് രഥസംഗമത്തിന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രഹാര വീഥിയാണിത്. ഈ വീഥിയിലോടുകൂടി 6 രഥങ്ങൾ. അഭിലാഷേ, ഒന്ന് ചോദിക്കട്ടെ, വോട്ടിന്റെ തിരക്കാണല്ലോ. ഈ തിരക്കിനിടയിൽ കിട്ടുന്ന വോട്ടൊക്കെ പെട്ടിയിലാക്കാൻ ഉള്ള ആവേശവുമായി പ്രവർത്തകരുണ്ടോ? രഥോത്സവം കാണുന്നതിനിടയിൽ വോട്ട് കിട്ടിയാൽ അല്ലേ എക്സ്ട്രാ ഗുണമല്ലേ? അതിൽ തന്നെ അവസാനത്തെ 5 ദിവസമാണ് ഈ തേരുത്സവം നടക്കുക. തീർച്ചയായും വോട്ട് പിടിക്കാൻ ആളുണ്ട്. സരിനെ ഇവിടെ കൃഷ്ണകുമാറിനെ ഒക്കെ കണ്ടിരുന്നു. കൃഷ്ണകുമാറിനെ നേരത്തെ അവിടെ കണ്ടിരുന്നു. വോട്ട് ചോദിച്ചെവിടെയുള്ളവരോട് രാഹുലിന് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ടോ? പേരെന്താ? ഇതിനിടയിൽ വോട്ട് കൊടുത്തുണ്ടല്ലേ? സരിന്റെ ഒന്നും ആൾക്കാരില്ലേ? ഉണ്ടോ? പേരെന്താ? അഖിൽ. വോട്ട് പിടിക്കുന്നുണ്ടോ നിങ്ങള്? പിടിക്കുന്നുണ്ട്. ഇനി കൃഷ്ണകുമാറിന്റെ എല്ലാവരും ഉണ്ട്. ഏതായാലും ദിവിഷ, ഇവിടെ നമുക്ക് സ്ഥാനാർത്ഥിമാർ തന്നെ ഉണ്ട് നമ്മുടെ തൊട്ടടുത്തിൽ. ഇത് വലിയ നോക്കത്താ ദൂരത്തോളം ജനക്കൂട്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും എവിടെ എന്ന് ഇപ്പൊ പറയാൻ കഴിയുന്നില്ല. ചേച്ചി വരുമോ? വന്നോളൂ. കുട്ടികളൊക്കെ ഉണ്ട്. ആ ആഹ്ലാദത്തോടെ ഈ ആഘോഷ സമയത്ത് പങ്കെടുക്കുകയാണ്. ആദ്യമായിട്ടാണോ? എവിടുന്നാ? കഴിഞ്ഞ എവിടുന്നാ? കുനിശ്ശേരി. ഫ്രണ്ട്സാ? എങ്ങനെയുണ്ട്? ഒറിജിനൽ 916. എങ്ങനെയുണ്ട്? ഒരു കസിൻസ് ഒരുമിച്ചിറങ്ങിയപ്പോ അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ? തൊഴുതോ? ഇനി സംഗമത്തിന് നിൽക്കൂലേ? കാണാൻ തൊഴുതോ അല്ലേ? അപ്പൊ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാ പ്രായത്തിലുള്ളവരും പല ദേശത്തുള്ളവരും എല്ലാവരും ഉണ്ടല്ലേ? ഇത് നിങ്ങൾ കൽപ്പാത്തിക്കാരൻ തന്നെയാണോ? അല്ല, ഞാൻ തത്തമംഗലംകാരനാണ്. പേര് കാണാൻ വന്നതാണ്. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും വരും. ഇത്തവണ ഉഷാറാണ് കൂടുതൽ. എന്താ എല്ലാ വർഷവും വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? അങ്ങനെയല്ല, ഒരു ദൈവവിശ്വാസം. അതുകൊണ്ടാണ് ദൈവവിശ്വാസം കൊണ്ട് എല്ലാവരും വരുന്നു. ഇന്ന് പ്രത്യേകിച്ച് തിരക്കുണ്ട്. ഇലക്ഷൻ കാരണം. ഇലക്ഷനും കൂടി ഒരു ഇതിന് തിരക്കിനൊരു കാരണമാണ് അല്ലേ? കാരണമാണ് തീർച്ചയായും. എവിടുന്നാ? ഒരു കുട്ടി സന്തോഷം. പ്രേക്ഷക കൂടിയുണ്ട്. പേരെന്താ? കനിഷ്ക. വെറൈറ്റി ആണല്ലേ? ഏത് ക്ലാസ്സിലാ?
7ാം ക്ലാസ്സില്. കരിഷ്കർ വീട് എവിടെയാ? കല്ലേപ്പുളി. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഓ. തേര് വലിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്തവണ ഒന്ന് വലിക്കണോ? വേണ്ട. വേണ്ടേ? അതെന്താ? ഒരു പാട്ട് പാടുവോ? ഇല്ല. ഇല്ല. അതിന് താല്പര്യമില്ല. എന്തായാലും ഈ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥി ആവേശത്തോടെ ഇവിടെ നോക്കൂ, നമുക്ക് നിരവധി മനുഷ്യരെ കാണാൻ, തേര് കാണാൻ വന്നവരാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരുടെയും ജനസാഗരം എന്നൊക്കെ പറയും. എവിടെ നോക്കിയാലും രഥം കാണാൻ, തേര് വലിക്കുന്ന ആൾക്കാരുടെ വലിയ വലിയ നീണ്ട നിരയാണ്. അതിൽ നാടിന്റെ നാനാഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. ടീമുണ്ടല്ലോ. നിങ്ങളൊക്കെ എവിടുന്നാ? പത്തിരിപ്പാല. എല്ലാ വർഷവും വരുന്നവരാണോ? ആദ്യമായിട്ട് വരുന്നവരുണ്ട്, ആദ്യമായിട്ട് വരുന്ന പല ആളുകളുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ളവരാണ്. അതെവിടെയാ? അടുത്ത സ്റ്റോപ്പല്ലേ, തൊട്ടടുത്തല്ലേ? ശരി. എല്ലാ വർഷവും തേര് കാണാൻ വരാറുണ്ട്. അടിപൊളി. തേര് വലിക്കുവോ? നിങ്ങളൊക്കെ വലിക്കാൻ കൂടോ? ഫോട്ടോ ഒക്കെ എടുത്തോ? എങ്ങനെ നിങ്ങൾ വൈബാക്കുന്നേ? വലിക്കും. ഇതിനിടയിലും എന്തായാലും ആളുകളല്ലേ, നിറയെ ആളുകളാണ്. അഭിലാഷേട്ടന് കുറെ ആരാധകരുണ്ട് ഇവിടെ അല്ലേ? അപ്പോ ഉഷാറാക്കണം തേരുത്സവം. ഇവിടെ തന്നെ കൽപ്പാത്തി തന്നെയാണോ? അല്ലല്ല, ഞാൻ തലശ്ശേരിയാണ്. തലശ്ശേരിയാണ്. അത് ശരി. തലശ്ശേരി തേര് കാണാൻ വന്ന ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അങ്ങനെ ആദ്യമായിട്ട് രഥോത്സവത്തിന് വരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ആദ്യമായിട്ട് രഥോത്സവത്തിന് വന്ന ആള്. അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ രഥോത്സവം കാണാൻ ആദ്യമായി എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം എന്ന് തന്നെ നമുക്ക് ഈ അഗ്രഹാര വീതിയെ വിശേഷിപ്പിക്കാം. വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 4:41 ഒരു 5:30 ആവുന്നതോടുകൂടി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റാത്ത അത്രയും ആള് വരും എന്നാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത്. എനിക്ക് രഥോത്സവം കണ്ട് മുൻപ് പരിചയമില്ലാത്തത് കൊണ്ട് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും വലിയ ആൾക്കൂട്ടമാണ്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കൂട്ടത്തിന്റെ ആഹ്ലാദം, ആരവം, നമ്മുടെ സാംസ്കാരിക തനിമ, അതൊക്കെ ഇവിടെ ഒത്തുചേർന്നു. ഏറ്റവും മനോഹരമായ അങ്ങനെ പറയില്ല, ഏറ്റവും ചെറിയ ലളിതമായ വാക്കിലായി ഒത്തുചേരൽ കൂടിയാണ്. ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കുറെ ആളുകൾ തിരികെ വരികയാണ്. ശരി അക്ഷയ, അഭിലാഷ്, എന്തായാലും ആ തിരക്ക് ആസ്വദിച്ച് ദേവരഥ സംഗമത്തിനൊക്കെ കാതോർത്ത് നിൽക്കുക. ഞാൻ നിങ്ങളിലേക്ക് വരാം. ഒരു ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് തിരിച്ചെടുത്ത ശേഷം കൽപ്പാത്തി.